സന്തോഷ്, മകരസംക്രമ മുഹൂർത്തത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സന്നിധാനവും പൂങ്കാവനവുമെല്ലാം തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നാളെ രാവിലെ 7:40 മകരസംക്രമ പൂജ. കവടിയാർ കൊട്ടാരത്തിൽ നിന്നും കൊണ്ടുവന്ന തേങ്ങയിലെ നെയ്യ് ഉപയോഗിച്ച് സംക്രമ മുഹൂർത്തത്തിൽ അയ്യപ്പന് അഭിഷേകം ചെയ്യും. സംക്രമ പൂജയ്ക്ക് മുന്നോടിയായുള്ള ബിംബശുദ്ധി ക്രിയകൾ ഉച്ചപൂജയോടനുബന്ധിച്ച് ആരംഭിക്കും. ചതുർശുദ്ധി, ധാര, പഞ്ചകം, പഞ്ചഗവ്യം എന്നിവയാണ് ബിംബശുദ്ധി ക്രിയയുടെ ഭാഗമായി ശ്രീകോവിലിനുള്ളിൽ നടക്കുക. അതുപോലെ തന്നെ അല്പസമയത്തിനുള്ളിൽ പമ്പയിൽ ആചാര അനുഷ്ഠാനങ്ങളുടെ പമ്പസദ്യ നടക്കും. എരുമേലിൽ പേട്ടതുള്ളി കാനനപാത വഴി പമ്പയിലെത്തിയ അമ്പലപ്പുഴ സംഘമാണ് പമ്പസദ്യ ഒരുക്കുന്നത്. നിലവിളക്ക് തെളിയിച്ച് തൂശനയിലിൽ അയ്യപ്പന് വിഭവങ്ങൾ സമർപ്പിച്ച ശേഷമായിരിക്കും പമ്പസദ്യ നടക്കുക. ഇന്നലെ പന്തളത്തു നിന്നും ഭക്തിപൂർവ്വം സന്നിധാനത്തേക്ക് തിരിച്ച തിരുവാഭരണ ഘോഷയാത്ര ആറന്മുള, കിടങ്ങന്നൂർ, ഇടപ്പാവൂർ, മൂക്കന്നൂർ ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ഇപ്പോൾ മാടമൺ ക്ഷേത്രത്തിൽ എത്തിച്ചെന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ തിരുവാഭരണ ഘോഷയാത്ര ദർശിക്കുന്നതിനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിരവധി ഭക്തർ തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിക്കുന്നുണ്ട്. തിരുവാഭരണ പാതയും പൂങ്കാവനവും ഒപ്പം ശബരിമല സന്നിധാനവുമെല്ലാം ഇപ്പോൾ ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ്. സന്തോഷ്.